ഷൈനി കോട്ടയം തെള്ളകം സ്വദേശിനി. ഈ അമ്മയും രണ്ട് പെൺകുട്ടികളും ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. അമ്മ കുട്ടികളെയും കൊണ്ട് പോവുമായിരുന്നു. ട്രെയിൻ വന്ന സമയത്ത് കുട്ടികളെ കെട്ടിപ്പിടിച്ച് ട്രാക്കിൽ നിന്നിട്ട് അവരങ്ങനെ പോയി. അപ്പോൾ തൊടുപുഴ ചുങ്കം നോബി കുര്യാക്കോസാണ് ഈ ലേഡിയുടെ ഹസ്ബൻഡ്. ഓക്കെ, ഇവർക്ക് 3 കുട്ടികളാണ്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. 10-11 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടാണ് ഈ അമ്മ പോയത്. 9 മാസമായിട്ട് ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഈ ലേഡി ജീവിക്കുന്നത്. ഈ ലേഡി താമസിക്കുന്നത് അവരുടെ തന്നെ കോട്ടയം തെള്ളകമുള്ള പാരൻസിൻ്റെ കൂടെ ആയിരുന്നു എന്നാണ് വീഡിയോ ഒക്കെ കണ്ടപ്പോഴും കുറേ റെഫറൻസ് എടുത്ത സമയത്തും എനിക്ക് മനസ്സിലായത്. അപ്പം എന്താണെങ്കിലും എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ഈ ലേഡിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ട ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചത് ആര്, എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. മറുനാടൻ മലയാളി സാജൻസ് കറിയാണ് ആദ്യം ഈ വീഡിയോ ബ്രേക്ക് ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം 24/7 എല്ലാ ന്യൂസ് ചാനലുകളും എടുത്തു വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് കുറേ പേരിങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സിലും എന്നോട് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻബോക്സിലും എന്നെ അറിയാവുന്നവരും ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ റെഗുലറായിട്ട് കോണ്ടൻറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവരൊക്കെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഈ ഷൈനിയുടെ കാര്യം പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കിതിനകത്തുള്ള വളരെ ഒരു വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം. പക്ഷേ എല്ലാവരും ഈ ഷൈനിയെ കുറിച്ച് പറയുന്നത് ഷൈനി ഒരുപാട് കാലമായിട്ട് ആ വീട്ടിനകത്ത് എല്ലാം സഹിച്ച് നിൽക്കുകയാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും, ജോലി കിട്ടാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് ഈ പറഞ്ഞ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് സ്വന്തം വീട്ടിലാണല്ലോ ഈ ലേഡി നിന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള ഒരു തരം പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടോ? ആകെ മൊത്തം ഈ ലേഡി ഈ ഒരു അവസ്ഥയിൽ 2 കുട്ടികളെയും കൊണ്ട് പോകാനുണ്ടായ കാരണം എന്താണ് വിഷയം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ലേശം കുറവായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്നലത്തോട് കൂടിയിട്ട് ഏകദേശം കാര്യങ്ങളിൽ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് എടുത്ത് ചെയ്യുന്നത് തന്നെ. നോബിയാണ് ഭർത്താവ്. ഫാദർ ബോബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോബിയുടെ തന്നെ ബ്രദറാണ്. ഇവരെ 2 പേരെയാണ് ഇതിനകത്ത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഓക്കെ, ഈ ഫാദർ ബോബി ഈ ലേഡിക്ക് എതിരെ നോബി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലോണ്, കുടുംബശ്രീ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വന്ന സമയത്തടക്കം ആ കേസിൽ ഇവരെ മുഖ്യപ്രതിയാക്കി. കാരണം ഇവരാണല്ലോ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കി. ഈ ഫാദർ ബോബി ഒരു അഡ്വക്കേറ്റാണ്, സോ അറിയാമല്ലോ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ലേഡിക്ക് എവിടെയും, ഈ ലേഡി നഴ്സിംഗ് പഠിച്ച ലേഡിയാണ്, കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ ഇവർ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ, കാരണം ഭർത്താവിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന 2 പെൺകുട്ടികളെ നോക്കണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വർക്കിന് പോകണം എന്നുള്ളത് കൊണ്ട് കുറേ 10-12 ഹോസ്പിറ്റലിൽ ഇവരുടെ പ്രൊഫൈൽ കൊടുക്കുക, CV കൊടുക്കുക. ആ ഹോസ്പിറ്റലിൽ എവിടെയും ഇവർക്ക് ഒരു തരത്തിലും ജോലി കിട്ടാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ കാരിത്താസ് പറഞ്ഞുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവർ ജോലിക്ക് പോയ സമയത്ത് അവിടെ പോലും ഈ പറഞ്ഞ ഫാദർ ബോബി ഇടപെട്ട് ഇവരുടെ ലൈഫിൽ ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇവരെ കൊണ്ടുവന്നു. അയാളത് എന്തിനു ചെയ്തു? ബോബി എന്ന ഭർത്താവ് ഇവരെ എങ്ങനെ ക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. മൂത്ത മകനെ ഇയാളൊപ്പം വെച്ച് ഈ പറഞ്ഞ ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിച്ചു. അങ്ങനെ പോവുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസ്. ഫൈൻ. സോ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറേ പേരുടെ വോയിസ് പ്ലേ ചെയ്യാണ്ട്, ഇവരുടെ തന്നെ നാട്ടുകാരായുള്ള കുറേ ആളുകളും ഇവരറിയുന്ന ഒരു ലേഡിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ വോയിസുകളിലൂടെ പോവാം. യൂസേജ് അവള് കാരിത്താസിലും ഉള്ള സ്ഥലത്ത് വാതിലുകൾ, മുട്ടാത്ത വാതിലുകളില്ല. അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഈ 10-12 വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈയൊഴിയുകയാണ് ചെയ്തത്. അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല. കാരിത്താസുകാരൊക്കെ പറഞ്ഞ് 1 വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. ഈ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ 1 വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവൾക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു. അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മേലാകിയുണ്ട്, ക്യാൻസറും ഒക്കെ ആയിരുന്നു. അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട. അപ്പം അമ്മയ്ക്കും പറയുന്നതിന് ഒരു ഇച്ചിരി ഇതല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. അപ്പം അങ്ങനെയായിരുന്നു. കാരിത്താസുകാർ ഒരു ഹെൽപ്പ്, ഒരു 3 മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടൊക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം
ആൾക്കാർ പറയുന്നത് കേട്ടോ. അത് എവിടെ ചെന്നാലും അവൾക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരുപാട് പേര് ഇവർക്ക് ജോലി കിട്ടാത്തതും അല്ലെങ്കിൽ ജോലിക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഈ പള്ളിയിലച്ഛൻ, ഓക്കെ, ഹസ്ബൻഡിൻ്റെ ബന്ധുവായ പള്ളിയിലച്ഛൻ അവിടെ പാര വയ്ക്കുന്നതിനെ കുറിച്ചിട്ടും ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഒരാൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജോലി നിർബന്ധമാണ്. ജോലി തന്നെയാണ് മെയിൻ. ജോലി ചെയ്താലേ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ലേഡിയോ അതും 2 പെൺകുട്ടികളും കൂടി കയ്യിലുള്ളപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു തൊഴിൽ വേണം. ആൻഡ് ഇവർ പഠിച്ചൊരു വ്യക്തിയാണ്, നഴ്സിംഗ് ആണ്, നഴ്സായിട്ട് ജോലി ചെയ്യാൻ ബില്ലിംഗ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വലിയൊരു ഗ്യാപ്പ് പ്രൊഫഷൻ, അത് ഏത് പ്രൊഫഷനും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. ഏതൊരു പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും വലിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് കുറച്ചൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഈ ഹോസ്പിറ്റലുകാരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഇത്രയും ഗ്യാപ്പ്, പ്രൊഫഷനിൽ ഇത്രയും ഗ്യാപ്പ് വന്ന ഒരാളെ തിരിച്ചെടുക്കുമ്പോൾ 1 വർഷം 1.5 വർഷം അവർ അവിടെ നഴ്സിംഗ് കെയർ ഡ്യൂട്ടിയിലേക്ക് മാറിയിട്ട് അവിടുന്ന് അവർക്ക് പിന്നെ നഴ്സായിട്ട് മാറി വരാം എന്നുള്ളത്, അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണും. അല്ലാതെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറാണ്, ഓക്കെ, 9 വർഷം 10 വർഷം ഗ്യാപ്പുള്ള ഒരു നഴ്സിനെ എടുത്ത് ജോലിക്ക് വെച്ചിട്ട് അവർ രണ്ടാമതും ഒരു ഇത് വേണമല്ലോ, അതിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ 9 വർഷം 10 വർഷം വിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കുറവ് കാണിക്കും. അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അത് ഒരു പക്ഷേ ഇനി എത്ര കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അങ്ങനത്തെ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം അവരെന്ത് ചെയ്തത്, ഇതേപോലെ 1 വർഷം നോക്കിയിട്ട് പിന്നെ നഴ്സായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. നഴ്സിംഗ് കെയറിലേക്ക് പോയിട്ട് പിന്നെ നഴ്സിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ കുറേ ഇവർ എല്ലാ വാതിലുകളും മുട്ടി അവിടെയൊന്നും ഇവർക്കൊന്നും റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവരുടെ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഇവരുടെ തന്നെ ഇപ്പോൾ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, ഓക്കെ. അതായത് ഇവർ വേറൊരു ലേഡീനെ വിളിച്ചിട്ട് ഈ ജോലിയുടെ കാര്യം സംസാരിക്കുന്നത്. ഡ്യൂട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാൾ 1 വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇരുന്ന് ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ? അത് എന്താ ചെയ്താന്ന് അറിയത്തില്ല. എന്തായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇതിൽ അവർ ക്ലിയർ ആയിട്ട് അവരുടെ ജോലി കിട്ടാനുള്ള ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ടും ലൈഫിൽ ഹസ്ബൻഡിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഡിവോഴ്സിനായിരിക്കണം മേ ബി പേപ്പറും കാര്യങ്ങളും കൊടുത്തത്, പക്ഷേ അത് ഹസ്ബൻഡ് ഇതിലെങ്ങാണ്ടാണ്, ഷിപ്പിലെങ്ങാണ്ടാണ്. സോ 3 മാസം കൂടുമ്പോഴേ വരാറുള്ളൂ. ആ വന്ന സമയത്ത് ഇതേപോലെ വക്കീൽ പേപ്പർ അവരയച്ചിട്ടും അത് കൈപ്പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നു. സോ ആകെ മൊത്തം ആ ഒരു സൈഡ്, മാരേജ് കഴിഞ്ഞ് 3 കുട്ടികളുമായി ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. അതിൽ തന്നെ ഹസ്ബൻഡ് ആൺകുട്ടിയെ കൊണ്ടുപോയി 2 പെൺകുട്ടികളെ ഇവിടെ ഒപ്പം നിർത്തിയിട്ട് ഇവരുടെ ലൈഫിലൊരു ലോണും, ആ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് വേണ്ടി എടുത്ത ലോണ് പോലും ഇവരെ കൊണ്ട് തിരിച്ചടിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദറായിട്ടുള്ള പള്ളിയിലച്ഛനും കൂടി എല്ലാവരും കൂടി അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ആകെ മൊത്തം ആ ഒരു സൈഡ് നോക്കുമ്പോൾ, മാരേജ്, ഹസ്ബൻഡ്, കുട്ടികൾ, ജീവിതം വെച്ച് നോക്കുമ്പോൾ ഈ ലേഡി ട്രാപ്ഡാണ്, കംപ്ലീറ്റ്ലി ട്രാപ്ഡാണ്. ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് നഴ്സിംഗ് പഠിച്ച ആ ഒരു എഡ്യൂക്കേഷൻ മാത്രമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഈവൺ അവരെവിടെയെങ്കിലും പോയാലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാനിപ്പോൾ ഒരുപാട് വോയിസുകൾ ഇതിൽ കേട്ടു. ഒരുപാട് പേര് വീഡിയോ ചെയ്തതിൽ ഒരുപാട് വോയിസുകൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇവരെ സഹായിക്കാൻ റെഡി ആയിരുന്നു, അല്ലെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഇവരുടെ അവസ്ഥ എങ്ങനെ ആയിപ്പോയില്ല, അയ്യോ പൊത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. എടി, നമ്മളെ ലൈഫിൽ നമ്മളെ സിറ്റുവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ആളുകളെ കാണാം, ഓക്കെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്.
നമ്മളും ഒരു പക്ഷേ ഇഗ്നോർ ചെയ്ത് പോകും, അയ്യോ പ്രശ്നത്തേക്ക് പോകണ്ട, വെറുതെ അതിൽ ഇടപെടണ്ട, അല്ലെങ്കിൽ അവരെങ്ങാനും ഇനിയിപ്പോൾ ആ സിറ്റുവേഷനിൽ പോകുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് നാളെ നമ്മളെ തലയിലാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ മാറിപ്പോകുന്നത്. അതല്ലേ റിയാലിറ്റി. ഞാൻ സത്യസന്ധമായിട്ട് പറയും, ഇപ്പം ഞാനേ ചെയ്യാത്ത ആളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരോ ആവില്ല. എല്ലാവരും അത്ര വലിയ നന്മപരങ്ങളോ സത്യസന്ധമാരോ ഒന്നും ആവൂലടി. നമ്മളും എന്ത് ചെയ്യുന്നറിയോ, ഒരു നേരത്ത് ഇതേപോലെ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഓക്കെ, ചില സമയത്ത് ചില പേടി തോന്നും, അയ്യോ ചെയ്യണോ, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ അവർക്ക്. ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എന്താ വിചാരിക്കാറോ, അയ്യോ അവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാതെ പോകും. ഓക്കെ, അപ്പോഴൊക്കെ ഒരാൾക്ക് താങ്ങും തണലും ആവേണ്ടത് അവരുടെ ഫാമിലിയാണ്. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഈ ലേഡിയുടെ സ്വന്തം ഫാമിലി അടക്കം ഈ ലേഡിക്ക് ഒരു തരത്തിലുള്ള ഹെൽപ്പും കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി 1-2 പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതും. ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് മറുനാടനിൽ തന്നെ വേറൊരു പള്ളിയിലച്ഛൻ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഉണ്ട്. ഇങ്ങേര് പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളൊന്ന് കേട്ടു. പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല, 1 വർഷം ഫ്രീ ആയിട്ട് സർവീസുകൾക്കൊക്കെ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രിയിൽ തന്നെ സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞത്, ഈ ജോലി കിട്ടണോ വേണ്ടിയൊന്ന്. മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിൽ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചു പേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ അടി വരെ കെട്ടി. അപ്പോ ചുങ്ക ഇടവക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ എടുക്കുമായിരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും വരുമ്പോഴും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോലും സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി ആ പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ ഭീഷണി ഒന്നും മാറാൻ പോകുന്നില്ല. ഏകദേശം നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിന്റെ കിടപ്പുവശം പിടികിട്ടിയല്ലോ. അതായത് ഈ ലേഡി 2 പെൺകുട്ടികളെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിന്നപ്പോൾ സ്വന്തം വീട്ടിലും പ്രശ്നം. സ്വന്തം വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും മറ്റേ മൈൻഡ് ആയിരിക്കും. ഇവിടെ നിന്നെ കെട്ടിച്ചു വിട്ടാലല്ലേ, കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് നീ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നീ ബാധ്യതയാണോ ആവുകയാണോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ വീട്ടിലും നടക്കുന്നൊരു സിറ്റുവേഷൻ. കെട്ടിക്കൊണ്ടുപോയ വീട്ടിലും പ്രശ്നങ്ങൾ, 2 കുട്ടികളും കയ്യിലിരിക്കുന്നു, ജോലിയില്ല, ഓൾറെഡി ലോണും അതിൻ്റെ മുകളിലുള്ള കേസും പരിപാടികളും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ലേഡിയുടെ തലയുടെ മുകളിലിട്ടൊരു പ്രഷറുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ സ്വന്തം മകനെ കൊണ്ട് ഈ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി അമ്മയ്ക്കെതിരെ കള്ളക്കേസും കൊടുപ്പിച്ചു.
എല്ലാം കൂടിയായിട്ട് ഇവർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ പോയിട്ട് അവരുടെ ലൈഫ് ഒഴിവാക്കുന്നു. ഓക്കെ, ആ 2 കുട്ടികളെയും കൊണ്ടുപോകുന്നു കൂട്ടത്തിൽ. കാരണം അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും അവരില്ലാത്തൊരു ലോകത്ത് ഇനി ആ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതം അവർ ജീവിച്ച് വന്ന പോലെ തന്നെ വളരെ ഒരു അമ്മയ്ക്ക് തോന്നുകൂടെ. കാരണം അവരൊരു ലേഡിയാണ്. അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഞാൻ അനുഭവിച്ചു എൻ്റെ ലൈഫിൽ, എനിക്ക് ഈ സിറ്റുവേഷൻ വന്നു. നാളെ ഞാനില്ലാത്തൊരു ലോകത്ത് എൻ്റെ മക്കൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ അവരും കൂടി കടന്നു പോയ അവസ്ഥ ഞാനേ അനുഭവിച്ചു. ഇനി മക്കളും അനുഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മക്കളെ കൊണ്ടുപോയതായിരിക്കണം അവർ. ഇവരുടെ പാരൻസ്, ഈ ലേഡിയുടെ പാരൻസിൻ്റെ ഒരു ക്ലിപ്പ് ഇന്നലെ മറുനാടൻ മലയാളിയിൽ എക്സ്ക്ലൂസീവായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ മകൾ മരിച്ചതോ മകളെ 2 കൊച്ചുമക്കൾ പോയതിലോ പ്രത്യേകിച്ച് ഒരു വേദനയോ സങ്കടമുള്ളൊരു അച്ഛനായിട്ടൊന്നും എനിക്ക് അയാളെ പേഴ്സണലി ഫീൽ ആയില്ല കണ്ടിട്ട്. അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ SI സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ട് ആ കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ലേ, ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി ഉണ്ടെന്നേ, അതൊക്കെ കഴിഞ്ഞാൽ പോയി. അപ്പോൾ എന്നറിയാം, ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല, ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നോ? അവർ അറേഞ്ചർ മാറ്റിയില്ല. പിന്നെ ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ എങ്ങനെ തരുന്നത്? ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചിലതിനായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞതേ, നോബി ഈ 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം? അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അവിടെയുള്ളവർ ചോദിക്കാൻ പറയാം. അയൽക്കൂട്ടംകാർ പറഞ്ഞാൽ അവിടെ തന്നെ ചിലവാക്കിയാണ്. ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. നമുക്കൊരു 10 പൈസ പോലും ഒന്നുമില്ല. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പറ അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടു തന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്ത് കൊടുത്തു. ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മകള് പോയ ഒരു അച്ഛൻ്റെ വിഷമോ അല്ലെങ്കിൽ കൊച്ചുമക്കൾ നഷ്ടപ്പെട്ടൊരു മുത്തച്ഛൻ്റെ വിഷമോ ഒന്നും എനിക്ക് ഇങ്ങേരുടെ ബോഡി ലാംഗ്വേജിൽ കാണുന്നില്ല. ഇങ്ങേര് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇങ്ങേരുടെ ബാക്കി മക്കളെല്ലാവരും നല്ല രീതിയിൽ ഇങ്ങേരെ നോക്കുന്നുണ്ട്, അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാണ്, അവരൊക്കെ എബ്രോഡാണ്, അവരൊക്കെ വന്നു പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് തന്നെ പറയുന്നുണ്ട്. ഇങ്ങേർക്ക് 3-4 മക്കളുണ്ട്. ഒരു കുടുംബത്തിനകത്ത് ഇപ്പോൾ ഒരു മകനോ ഒരു മകളോ ലൈഫ് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സക്സസ്ഫുൾ ആവണമെന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷയം പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം ബ്രദറോ സിസ്റ്റർ അവർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു രീതി. അത് ചെയ്യേണ്ടതാണ്. ഈ ഫാമിലിക്കകത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഈ ലേഡിക്ക് അതുപോലും കിട്ടിക്കാണില്ല. ഓക്കെ, നേരത്തെ ആ അച്ഛൻ്റെ വോയിസിൽ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ നിന്ന് അടക്കം ഒരു കുറ്റപ്പെടുത്തൽ ഈ ലേഡിക്ക് എന്താണെങ്കിലും കിട്ടിക്കാണും. ഓക്കെ, മക്കളെ അടക്കം ചിലപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വിഷയം, ഇപ്പുറത്ത് സ്വന്തം വീട്ടിൽ നിന്നും വിഷയം, ഹെൽപ്പ് ചെയ്യാൻ സ്വന്തം കൂടപ്പറപ്പുകളില്ല, സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനുമായിട്ട് പ്രശ്നം, അമ്മയായിട്ട് പ്രശ്നം, എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു രീതിയിൽ ചിന്തിച്ചു പോയപ്പോൾ അവരങ്ങോട്ട് ചെയ്തു. മക്കളെയും കൊണ്ട് അവർ പോയി. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ കുറ്റക്കാരാക്കാനും അല്ലെങ്കിൽ ഇതിനകത്ത് 10 ആളെ വലിച്ചു കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടുവരണം. പക്ഷേ ഇതിലെ മെയിൻ ആൾ, ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നോബി എന്ന് പറഞ്ഞ ഭർത്താവാണ്. ഭർത്താവിനെ നിർബന്ധമായിട്ടും ഇതിനകത്ത് എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ ഫാദർ ബോബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചില ആളുകളുണ്ട്, ചില അച്ഛന്മാർ വിട്, ചില ഇങ്ങനത്തെ ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഉസ്താദിൻ്റെ അടുത്തോളും, പിന്നെ പള്ളിയിലച്ഛൻ്റെ അടുത്തോളും, ഇല്ലെങ്കിൽ അപ്പുറത്തുള്ള മറ്റേ കണിയാൻ്റെ അടുത്തേക്ക് പോയി. മനസ്സിലായോ? ഈ നാട്ടിലെ കുടുംബ പ്രശ്നം തീർക്കാൻ നടക്കുന്നത് ഈ പള്ളിയിലച്ഛനും ഈ ഉസ്താദും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്ട്രോളജറും ആണോ? എനിക്കറിയില്ല. ഈ ആളുകളുടെ എന്നാണ് ഈ ബുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ
മാരേജ് ലൈഫിൽ എന്തെങ്കിലും വൻ സീൻ ഉണ്ടായി, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു വിഷയം നേരിടേണ്ടി വന്നു, അത് ഹസ്ബൻഡിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്നോ ആരിൽ നിന്നോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോകാൻ കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, വനിതാ സെല്ലുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. നിങ്ങളിത് ഓടിപ്പിടിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഓടിപ്പോവുക, ഒന്നിലേക്ക് ഇത് തീർക്കാൻ ഒരു പള്ളിയിലച്ഛൻ വരും, അല്ലെങ്കിൽ ഒരു ഉസ്താദ് വരും, അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് എങ്ങോട്ട് ചെല്ലും, നേരെ ഒരു ജോത്സ്യൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇവരാണോ ഇത് തീർക്കണ്ടേ? അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും തീർത്താൽ മതിയോ കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്ട്രീം വിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ തീർക്കാൻ പറ്റി കാണും, പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഒരു എക്സ്ട്രീം ലെവലിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോവുക, കൃത്യമായിട്ട് പരാതി കൊടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിൽ നിർബന്ധമായിട്ടും ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ആ ലേഡിയോട് ചെയ്ത് കൊടും ക്രൂരതയാണ്. അയാളെ ഇനി പുറം ലോകേ കാണിക്കാൻ പാടില്ല, 1. 2, ഈ ഫാദർ ബോബിയുടെ ഇൻവോൾവ്മെൻറ്റ്. ഇയാൾ ഈ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടോ ആ കളികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇയാൾ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഈസ് ഈ ലേഡിയുടെ വീട്ടുകാർ, ഈ സംസാരിക്കുന്ന പാരൻസ്, ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്. ഇവർ ഈ ലേഡിയെ എന്തെങ്കിലും കാര്യത്തിൽ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഈ ലേഡിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി, ജോലി പോലും ഈ സ്വന്തം അപ്പം വേണ്ടാന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇവർ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവർ പുറത്താവാൻ കാരണം ഈ അപ്പൻ കൊടുത്ത ഈ പണിയാണോ എന്നുള്ളത് അന്വേഷിച്ച് അവർക്കെതിരെ എന്ത് ചെയ്യണം? കേസെടുക്കണം. പോയിരിക്കുന്ന ഒരു 2-3 ജീവൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളടക്കാൻ പോയിട്ടുള്ളത്. നാളുകളിൽ ആർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിയമം വളരെ വീക്കാണ്. ഓക്കെ, ഈ പള്ളിയിലച്ചങ്ങാണ്ട് ഓസ്ട്രേലിയയിലാന്ന് പറയുന്ന നിയമം അറിയുന്ന ഒരു പള്ളിയിലച്ചനുമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അയാളെ ഒന്നും ഒരു കാരണവശാലും തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിൽ ഈ നാട്ടിലെ അവസ്ഥ അതാണ്. ജീവിച്ചു പോകണമെന്നാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും, ഞാനും പുണ്യാളനല്ല, നിങ്ങളും പുണ്യാളന്മാരൊന്നും ആവില്ല, നമ്മളാരും നന്മമരങ്ങളൊന്നുമല്ല. ഒരു സിറ്റുവേഷൻ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അവർ പോയതിനു ശേഷം ചിലപ്പോൾ നമ്മൾ പറയും അയ്യോ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലും ചിലപ്പോൾ പല ഫാക്ടേഴ്സും നമ്മളെ ബാക്കിലേക്ക് വലിക്കും. മനസ്സിലായോ? അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. കാരണം ഞാനും അങ്ങനത്തെ സിറ്റുവേഷൻസ് കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഫാക്റ്റ് പറയുകയാണ്. കാരണം ചില സിറ്റുവേഷനിൽ എനിക്കും എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുണ്ട് അയ്യോ ഹെൽപ്പ് ചെയ്യണോ, ഹെൽപ്പ് ചെയ്താൽ എങ്ങാണ്ട് പണിയാവും. റിയാലിറ്റി അതല്ലേ, നിങ്ങൾ ആലോചിക്കുക. നമുക്കൊക്കെ തോന്നിയിട്ടില്ല അങ്ങനെ നമ്മൾ ബാക്ക് ഔട്ട് അടിക്കും. പിന്നെ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ റിഗ്രറ്റും ചെയ്യും. പക്ഷേ മേ ബി എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കാം നമ്മളെ പിറകോട്ട് വലിച്ചത്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ, ഒരു വഴിയില്ലാന്നേ പറയാനുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതും നമ്മളൊപ്പം നിൽക്കേണ്ടതും നമ്മളെ ചോരയാണ്. അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മളെ ബാക്കി ഫ്രണ്ട്സ്, ഹസ്ബൻഡ്, അല്ലെങ്കിൽ വൈഫ്, കുട്ടികൾ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവസ്ഥയാണ്. ആ ലേഡിയും മക്കളും പോയി. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടുകാരവിടെ വൻ കച്ചറ ഉണ്ടാക്കിയെന്നാണ് അറിഞ്ഞത്. ഇവരുടെ ബോഡി വന്ന സമയത്ത് നാട്ടുകാർ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് തെറിവിളിയും കച്ചറയും ഉണ്ടാക്കലും വിഷയങ്ങളുണ്ടാക്കലൊക്കെ ഉണ്ടായി എന്ന് കേട്ടു. ഈ നാട്ടുകാരും ഈ വിഷയങ്ങളൊക്കെ ഇപ്പം പറയുന്നു, അപ്പോൾ ഇവർ ആരും ഇതിൽ ഇടപെട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി നാട്ടുകാരോട്. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പല നാട്ടുകാരും വോയിസ് പല ചാനലിലും കൊടുക്കുന്നുണ്ട്, പല മീഡിയയ്ക്കും ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ലേഡി ഇത്രയും കാലം നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ കൂടിയല്ലേ ഇത്രയും പ്രശ്നങ്ങളും പറഞ്ഞു നടന്നത്. ജോലിയില്ല, ഈ പറഞ്ഞ കേസ്, ഭർത്താവ് അടിക്കുന്നത്, സ്വന്തം വീട്ടിലെ കച്ചറ. ഈ ലേഡി ഇത്രയും കാലം നിങ്ങളെ കണ്ണിന് മുന്നിലല്ലേ ജീവിച്ചേ. ലേഡിയും 2 കുട്ടികളോട് പോയപ്പോഴാണോ നിങ്ങൾക്ക് ബോധം വന്നേ? മേ ബി അവരും ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താവും എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കണം. എന്താണെങ്കിൽ എന്തൊക്കെയോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണേ.